എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NIOS 10ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. സോ നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾ എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത്. 2025 ഏപ്രിൽ ബാച്ചിലേക്ക് പബ്ലിക് എക്സാമിന് ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതിന്റെ ആവശ്യകത ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ. എക്സാം ഹാളിൽ പോയി ഇരിക്കുമ്പോൾ എന്റെ മുമ്പിൽ കിട്ടുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും, എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നൊക്കെ അറിയുമ്പോൾ സെയിം പാറ്റേൺ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക എഴുതാനൊക്കെ ഒരു ഉഷാറൊക്കെ വരും അല്ലെ. അപ്പൊ നമ്മൾ നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്നുള്ളത്. ഇംഗ്ലീഷിലെ 3 മണിക്കൂർ തന്നെയാണ് എല്ലാ എക്സാം, 3 മണിക്കൂറാണ്. 100 മാർക്കിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് എഴുതേണ്ട മാർക്ക്, ടോട്ടൽ മാർക്ക് കേട്ടോ. ഇനി നിങ്ങളുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾ പഠിച്ചിരുന്നാൽ പോലും ഞാൻ പറയും നിങ്ങൾക്ക് ഒരു 20 മാർക്ക് അങ്ങനെ തന്നെ സ്കോർ ചെയ്യാമെന്ന്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഒന്നാമത് ഇത് ഇംഗ്ലീഷ് ആണ്. മലയാളത്തിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അറിയാം ഇംഗ്ലീഷ് എക്സാം മാത്രമേ അവർ ഇംഗ്ലീഷിലായിട്ട് എഴുതുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് മനസ്സിലാക്കേണ്ടത് അവർക്ക് ഇംഗ്ലീഷിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോ ഇവർ കാണാത്ത അല്ലെങ്കിൽ ഇവർക്ക് പാറ്റേൺ ഒന്നും അറിയില്ലെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രശ്നം, ബുദ്ധിമുട്ട് വരും അല്ലെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പഠിച്ചാൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാം പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് എ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സെഷൻ എ റീഡിംഗ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 10ാം ക്ലാസ്സുകാർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെഷൻ എ പാർട്ട് എ എന്ന് പറയുന്നതിൽ തന്നെ സെക്ഷൻ എ റീഡിംഗ് ആണ്, സെക്ഷൻ ബി റൈറ്റിംഗ് ആണ്, സെക്ഷൻ സി ഗ്രാമർ ആണ്, സെക്ഷൻ ഡി ലിറ്ററേച്ചർ ആണ്. ഓക്കെ, ഇങ്ങനെ 4 സെക്ഷൻ വരുന്നുണ്ട്. അത് പാർട്ട് എയിൽ കേട്ടോ. ഇനി പാർട്ട് ബിയിലും ഇതുപോലെ തന്നെ സെക്ഷൻ വരുന്നുണ്ട്. സെക്ഷൻ എ റീഡിങ്, സെക്ഷൻ ബി റൈറ്റിംഗ്, സെക്ഷൻ സി ഗ്രാമർ, സെക്ഷൻ ഡി ലിറ്ററേച്ചർ, ഇങ്ങനെയാണ് വരുന്നത്. അതിൽ റീഡിങ്ങില് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും എന്താണ്, ഒരു വലിയ പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ചതിന് ശേഷം, ഇപ്പൊ ഇവിടെ മൗഗ്ലിനെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫ് വായിച്ചതിന് ശേഷം അതിൽ നിന്ന് വന്നിട്ടുള്ള സബ് ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. അതില് നിങ്ങൾ ഇവിടുന്ന് ട്രൂ ഓർ ഫോൾസ് എഴുതണം. ഈ പറഞ്ഞിരിക്കുന്ന സെന്റൻസുകൾ ഈ കഥയിലുള്ളത് തന്നെയാണോ, ശരിയോ തെറ്റോ എന്ന് എഴുതുക എന്നുള്ളതാണ്. ഇതിൽ 3 എണ്ണം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ അതാണ് പറയുന്നത്, ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ ഒരു പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും ഒക്കെ ഇതിലും ഉണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് എന്താണ്, ഇംഗ്ലീഷിൽ മാക്സിമം ഉത്തരങ്ങളും ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും, കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് 1 വേർഡിൽ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും 3 എണ്ണത്തിന് ആൻസർ എഴുതിയാൽ മതി, ഓരോ മാർക്ക് വീതമാണ്. ഹു വാസ് ബഗീര, ഏതൊക്കെയാണ് ഹു വാസ് ബഗീര, അതുപോലെ തന്നെ അതർ ദാൻ തോൺസ്, വാട്ട് ഡിഡ് ദ വോൾസ് സഫർ ടെറിബ്ലി ഫ്രം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യം എവിടുന്നാ വന്നിരിക്കുന്നത്, ഹു വാസ് ബഗീര, ബഗീര ആരാണ്, അതൊക്കെ ഈ പാരഗ്രാഫിൽ ഉണ്ടാവും. അപ്പൊ ഒരു പാരഗ്രാഫ് തരും, ആ പാരഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് റീഡിംഗ് സെഷനിൽ ഉണ്ടാവുക. അപ്പൊ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് തെറ്റോ ശരിയോ എഴുതാനുള്ള ഒരു ചോദ്യം, പിന്നെ 1 വേർഡിൽ ഉത്തരം എഴുതാനുള്ള 3 ചോദ്യം, അങ്ങനെ 3 6 ചോദ്യമായി അല്ലെ. 6 മാർക്ക് അവിടെ തന്നെയായി. പിന്നെ പിക്ക് ഔട്ട് ദ കറക്റ്റ് വേർഡ്, അതായത് ഇവിടെ ഓപ്പോസിറ്റ് വേർഡ് വേക്ക്ഫുൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കറക്റ്റ് വേർഡ് ആ പാസേജിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനിവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന് ഏതേ 4 ഓപ്ഷന് ഏതേ ഒന്ന് തിരഞ്ഞെടുത്ത് എഴുതിയാൽ മാത്രം മതി. അതാണ് റീഡിംഗ് സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പാരഗ്രാഫ് തരും, അതിൽ നിന്നുള്ള സബ് ക്വസ്റ്റ്യൻ. ഇനി റൈറ്റിംഗ് സെഷൻ ആണ് സെഷൻ ബി. സെഷൻ ബി നിന്നിട്ട് 5 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, 1 മാർക്കിന്റെ കേട്ടോ. അങ്ങനെ 5 മാർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലെക്ചർ നമ്മൾ ഇവിടെ ആൻസർ എനി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് ബിലോ. ഇവിടെ ലെറ്റർ എഴുതാൻ എത്ര പേർക്ക് അറിയാം, ലെറ്റർ എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇതിപ്പോ ലെറ്റർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ആർട്ടിക്കിൾ ആവാം, ചിലപ്പോ പോസ്റ്റർ ആവാം, ചിലപ്പോ നോട്ടീസ് ആവാം. അങ്ങനെ ഈ എന്താ പറയാ റൈറ്റിംഗ് സെഷനിൽ ഇതുപോലെ റൈറ്റപ്സിനെ കുറിച്ചിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എഴുതുക 1 2 3 4
ആറ് ഓപ്ഷൻ ഉണ്ട്. ഈ 6 ഓപ്ഷനിൽ 5 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഓരോന്നിനും ഓരോ മാർക്കാണ് ഓപ്ഷൻസും തന്നിട്ടുണ്ടാവും. ഇനി 5ാമത്തെ ചോദ്യം എന്താണ്? ഇതില് ഇപ്പൊ പറയുന്നത് ആനുവൽ ഡേന്റെ ഒരു നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നോട്ടീസ് എത്ര പേർക്ക് എഴുതാൻ അറിയാം? നോട്ടീസ് എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത് റൈറ്റിംഗ് സെഷനിൽ. അടുത്തത് ഇതാ എത്ര ചോദ്യം ഉണ്ട്? 1 2 3 4 5 6 ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് 4 മാർക്കാണ്. 4 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. 1 എക്സ്ട്രാ തരും. അപ്പൊ അതിൽ നിങ്ങൾക്ക് അറിയാത്തത് ഒഴിവാക്കി വിടാം. അപ്പൊ അതാണ് അവിടെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്? സെലക്ട് ദ, ഇവിടെ നിങ്ങൾക്ക് സബ്ജക്ട് തന്നിട്ടുണ്ട്. ഇവിടെ വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി അതിൽ നിന്ന് സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ ഓഫ് ആർട്ടിക്കിൾ എന്നുള്ളതാണ്. ടൈറ്റിൽ ഫോർ ദ ആർട്ടിക്കിൾ, അതായത് ആ ആർട്ടിക്കിളിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസ് ഏതെങ്കിലും നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റൈറ്റിംഗ് സെഷനിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിള്, ലെറ്റർ, നോട്ടീസ്, അങ്ങനെ 3 എണ്ണത്തിന് നമ്മൾ കണ്ടു അല്ലെ. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അതാണ് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കി പോയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ജയിക്കാൻ പറ്റുമെന്നുള്ളത് കേട്ടോ. ഇത് ഇംഗ്ലീഷിലൊക്കെ അത് ശരിക്കും ആപ്റ്റ് ആണ്. ഇനി സെക്ഷൻ സി എന്ന് പറയുന്ന ഗ്രാമർ ആണെന്ന് പറഞ്ഞു അല്ലെ. ഗ്രാമറിൽ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസാ വരാറുള്ളത്? 1 മാർക്കിന്റെ തന്നെ. ഇതിപ്പോ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പാർട്ട് എ നമ്മൾ ആദ്യം കണ്ടില്ലേ, പാർട്ട് എ. പാർട്ട് എയിൽ സെഷൻ എ, സെഷൻ ബി, സെഷൻ സി, സെഷൻ ഡി എന്ന് പറഞ്ഞിട്ട് 4 സെഷൻ ഉണ്ട്. റീഡിംഗ്, റൈറ്റിംഗ്, ഗ്രാമർ, ഫംഗ്ഷന്, അത് ലിറ്ററേച്ചർ സെഷൻ എന്ന് പറഞ്ഞിട്ട്. സോ അതാണ് നമ്മളിപ്പോ ഫസ്റ്റ് പാർട്ട് നോക്കുന്നത്. ഈ സെക്കൻഡ് പാർട്ടിലേക്ക് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ വരിക. അത് നമുക്ക് നോക്കാം. ആദ്യം ഇതില് സെഷൻ സിയിലെ ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. അതായത് ഇവിടെ സലീം അലി വാസ് എ ഗ്രേറ്റ് ഓർണത്തോളജിസ്റ്റ്. ആസ് എ ചൈൽഡ് ഹി ഡാഷ് ഓഫ് സ്പോറോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹി ഡിസൈഡഡ് ഡാഷ് ടു ദ പ്രിസർവേഷൻ ഓഫ് ബേർഡ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ 1 2 3 എന്ന് പറയുന്ന ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇവിടെ നിന്ന് 1 2 3 4 4 ഓപ്ഷൻസ് വീതം തന്നിട്ടുണ്ട്. ഇതിന്ന് തെരഞ്ഞെടുത്ത് എഴുതിയാൽ മാത്രം മതി. അപ്പൊ അതാണ് ചോദ്യം, മനസ്സിലായില്ലേ? അങ്ങനെ ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇതേപോലത്തെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് പിന്നെ അവിടെ കിടക്കുന്നത്. അത് തന്നെ എന്താ പറയാ, കറക്റ്റ് വേർഡ് കണ്ടുപിടിച്ച് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രിപ്പോസിഷൻസിന്റെ ചോദിക്കാം, കൺജക്ഷൻസിന്റെ ചോദിക്കാം. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. ജസ്റ്റ് നിങ്ങൾ നോക്കുക, 4 2 6 7 8 9 10 11 12 13 14 15 15 മാർക്കിനാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഗ്രാമർ എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഗ്രാമറിന് പേടിക്കുന്നവരൊക്കെ ഈ 15 മാർക്ക് നിങ്ങൾക്ക് എന്താ പറയാ, ഈ ഒരു 15 മാർക്കിനെ മാത്രം പേടിച്ച് ബാക്കിയുള്ള മാർക്ക് കൊണ്ടേ കളയരുത്. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് ലിറ്ററേച്ചർ സെഷൻ എന്ന് പറഞ്ഞിട്ട് സെഷൻ ഡിയിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയത്തിൽ നിന്നും സ്റ്റോറിയിൽ നിന്നും ഒക്കെയുള്ള 15 മാർക്കിന്റെ ചോദ്യങ്ങളാണ് സെഷൻ ഡിയിൽ ലിറ്ററേച്ചറിൽ പാർട്ട് എയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഇതിൽ നമ്മൾ ഇന്ത്യൻ വീവേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ള പാഠമാണ്. അപ്പൊ അതില് ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങളടുത്ത് ഫില്ല് ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്. പിന്നെ വരുന്നത് ട്രൂ ഓർ ഫോൾസ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നമ്മളെ പാഠഭാഗം നൗൺ ഗോൾഡ് മെഡൽസ് എന്ന് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള 4 സെന്റൻസ് ആണ്. അതിൽ തെറ്റ് ശരി എന്ന് എഴുതാനാണ് നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. 3 എണ്ണം എഴുതിയാൽ മതി. അപ്പം അതങ്ങനെയാണ് ആ ചോദ്യം വരുന്നത്. പിന്നെ അടുത്തത് റീഡ് ദ ഫോളോയിങ് പാസേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു പാസേജ് തന്നിട്ടുണ്ട്. അത് ഏതിലത്തെയാ? കോർപ്പറേറ്റ് ആൻഡ് പ്രോസ്പർ എന്ന് പറയുന്ന ചാപ്റ്ററത്തെയാ. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി പാരഗ്രാഫ് ഇവിടെ കിടക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചെയ്താൽ മതി. ഓക്കെ, ഇനി എല്ലാത്തിനും അതുപോലെയാണ്. അടുത്തതും റീഡിംഗ് ദ പാസേജ് എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫ് ആ പാഠത്തിൽ നിന്ന് തന്നിട്ട് അതിൽ നിന്നുള്ള സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് നമ്മൾക്ക് അറിയാം അല്ലെ, സോയബായ്, അതുപോലെ തന്നെ ദ റിട്ടേൺ ഓഫ് ദ ലയൺ, അങ്ങനെ ക്യാരക്ടേഴ്സും തന്നിട്ടുണ്ട്, സ്റ്റോറിയും തന്നിട്ടുണ്ട്. ഇത് മാച്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് അങ്ങനത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇനി അടുത്തത് പാർട്ട് ബി ആണ് കേട്ടോ. പാർട്ട് ബി എന്ന് പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റീവ് ടൈപ്പ്. ഇപ്പൊ ഇതുവരെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഓപ്ഷൻസ് എടുത്ത് എഴുതിയാൽ മതി. ഇനിയുള്ള ചോദ്യം അങ്ങനെയല്ല. എന്നുള്ള ചോദ്യം നമ്മൾ
നമ്മൾ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ടി വരും. അപ്പൊ ഇതുവരെ അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 16ാമത്തെ ചോദ്യം വരെ ഏകദേശം ഒരു 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഇനി അടുത്ത 17ാമത്തെ ചോദ്യം മുതൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചോദ്യം വരെ ഒരു 50 മാർക്കിന്റെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ അതെങ്ങനെയാ വരുന്നത്? ഈ റീഡിംഗ് സെഷനിൽ നമ്മൾ പറഞ്ഞു വലിയൊരു പാരഗ്രാഫ് തരും, എന്നിട്ട് അതിന്റെ അനുബന്ധിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നതെന്ന്. അപ്പൊ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നേരത്തെ എഴുതിയ പോലെ ഓപ്ഷൻസ് എഴുതുവോ 1 വേർഡിൽ എഴുതുവോ ചെയ്യരുത്. ഇവിടെ നിങ്ങൾ വിശദീകരിച്ച് എഴുതാം. അതായത് വാട്ട് ഡിഡ് ദ സേവാറാം ടെൽ ബീർബൽ അബൌട്ട് ഹിസ് forefathers. ഈ ചാപ്റ്റർ ഒന്നും നമുക്ക് ഈ സ്റ്റോറി നമുക്ക് പഠിക്കാനില്ല. അപ്പൊ ജസ്റ്റ് നമ്മൾ ഈ ഒരു പാരഗ്രാഫ് വായിച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കണം. എടുത്തതിന് ശേഷം അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ 2 മാർക്കിനുള്ള ചോദ്യങ്ങൾ 3 or 4 സെന്റൻസിൽ, അത് 2 or 3 സെന്റൻസിൽ നമ്മൾ എഴുതുക, ആൻസർ എഴുതുക. അത്രയുമാണ് ചെയ്യേണ്ടത്. ഇതില് നിങ്ങൾക്ക് എത്രയാ പറയുന്നത്? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ മൊത്തം 22 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഇനി സെക്ഷൻ ബി റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് സെഷനിൽ നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ കണ്ട പോലെയല്ല ഇവിടെ ചിലപ്പോൾ ലെറ്റർ എഴുതാനായിരിക്കും പറയുന്നത്. അവിടെ ലെറ്റർ വെച്ചിട്ട് ഒരു ഓപ്ഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ആർട്ടിക്കിൾ വെച്ചിട്ട് ഓപ്ഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഈ സബ്ജക്റ്റീവ് സെഷനിലേക്ക് എത്തുമ്പോൾ ഇവിടെ എന്താണ് ലെറ്റർ എഴുതാനും റിപ്പോർട്ട് എഴുതാനും കോൺവെർസേഷൻ എഴുതാനും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ വരുന്നത്. ഇവിടെ 24th ക്വസ്റ്റ്യനും എന്താ പറയാ കോൺവെർസേഷൻ എഴുതാനാണ്, ഇവിടെ ലെറ്റർ എഴുതാനാണ് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ആയിരിക്കും ഇവിടെ. റൈറ്റ് ആൻഡ് ആർട്ടിക്കിൾ, യെസ്, റൈറ്റ് ആൻഡ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, ലെറ്റർ വന്നിട്ടുണ്ട്, കോൺവെർസേഷൻ വന്നിട്ടുണ്ട്. പിന്നെന്താണ് അടുത്തത് ഗ്രാമറാണ്. അപ്പൊ അത്രേ അതിൽ വന്നിട്ടുള്ളൂ. ഇനി ഗ്രാമറിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ എഴുതാൻ ഇവിടെ ശരിക്കും ഒബ്ജക്റ്റീവിൽ വരുന്ന പോലെ തന്നെ കുറച്ച് മാർക്ക് അധികം വരുന്നു എന്നേ ഉള്ളൂ. റിപ്പോർട്ടഡ് സ്പീച്ച്, ഒരു സെന്റൻസ് തന്നിട്ട് അതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൺജക്ഷൻസും ഇതുപോലെ ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ സിംപ്ലി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷനിൽ എടുക്കുന്നുണ്ടാവുക. അത് നമ്മൾ ഫെബ്രുവരി 11 മുതൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ സൂപ്പർ ക്രാഷ് 2025 ബാച്ചിന്റെ ക്രാഷ് കോഴ്സ് ലൈവ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതില് നിങ്ങൾക്ക് അതിന്റെ സെക്കൻഡ് പാർട്ട് സൂമിലും ഗൂഗിൾ മീറ്റിലും ഒക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ ആ സമയത്ത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഗ്രാമറും അതും അല്ലാത്ത ക്വസ്റ്റ്യൻസും ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യണം, സിംപ്ലി സോൾവ് ചെയ്യണം എന്നുള്ള ട്രിക്സും ടിപ്സും ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലാത്ത സ്റ്റുഡൻസിന് സെക്കൻഡ് പാർട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പൊ അതിന് നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ നമ്മൾ ഓരോ പാർട്ടായിട്ടാണ് റിവിഷൻ ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ വൈസ് റിവിഷൻ ആണ്, സെക്കൻഡ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്, തേർഡ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ഡിസ്കഷൻ ആണ്. ഓക്കെ, ഇനി സെക്ഷൻ ഡി ആണ്. സെക്ഷൻ ഡിയിൽ 15 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ ഇവിടെ എന്താണ് നമ്മൾ മൈ ഓൺലി ക്രൈ എന്ന് പറയുന്ന ഇതില് ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു രണ്ട് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ടോട്ടൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അറിയുന്നത് നിങ്ങൾക്ക് മൈ ഓൺലി ക്രൈ അറിയാമെങ്കിൽ എന്ത് എഴുതണ്ട, എ പ്രെയർ ഫോർ ഹീലിംഗ് എഴുതണ്ട, കാരണം ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഇനി ട്രൂത്ത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 6 മാർക്കാണ്, 2 മാർക്ക് വീതമാണ് വരുന്നത്. നെക്സ്റ്റ് അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത് ചാപ്റ്റർ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ ഇത്രയുമാണ് നിങ്ങളെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. 33 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങൾക്ക് 3 മണിക്കൂറിനുള്ളിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടോട്ടൽ 33 ചോദ്യങ്ങളാണ്. ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ ടൈപ്പ് ആണ്, എങ്ങനെയൊക്കെയാണ് ഉത്തരം എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പാറ്റേൺ ഡിസ്കസ് ചെയ്തത് കാരണം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസേഴ്സ് നോക്കിയിട്ടില്ല. അത് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് റിവിഷന് ശേഷം നമ്മൾ ലൈവ് റിവിഷൻ സെഷൻസിൽ തന്നെ തരുന്നതായിരിക്കും. അപ്പം എക്സാമിന് വേണ്ടി 2025 ഏപ്രിൽ ബാച്ചിലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും
മാക്സിമം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവിധ റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ നമ്മൾ സൂപ്പർ ക്രാഷ് ലൈവ് സെഷനിലൂടെ തരുന്നതായിരിക്കും. അപ്പം മെറ്റീരിയൽസ് ഒക്കെ അത്യാവശ്യമാണ് എന്നുള്ള സ്റ്റുഡൻസ്, സോഫ്റ്റ് കോപ്പീസ് ഒക്കെ ഗൈഡ് ബുക്കിന്റെ ആവശ്യമാണെന്നുള്ളവർക്ക് വെബ്സൈറ്റ് ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ സ്റ്റുഡൻസിന്റെ അതേ ഗൈഡ് ബുക്ക് വെച്ച് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതും പഠിക്കാം. നമുക്ക് നിങ്ങൾക്ക് ഏതാണ് നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലേ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ NIOSന്റെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മിസ് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുക. അതല്ല നിങ്ങളുടെ എന്താ പറയാ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഇതുപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക. അടുത്തൊരു വീഡിയോയില് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു.